ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഒരു 6 ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 6 പോയിന്റ്സ് എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രസൻസ് തന്നെയാണ്. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഡെയിലി വിളിക്കുന്ന ആളുകളെക്കാൾ കൂടുതലായിട്ട്, അതായത് ഡയറക്റ്റ് ആയിട്ട് കണ്ട് സംസാരിക്കാത്ത ആളുകളെക്കാൾ കൂടുതലായിട്ട് അടുപ്പം എപ്പോഴും കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് നന്നായിട്ട് എപ്പോഴും അടുത്തിരുന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ആളുകൾക്കായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഫിസിക്കൽ പ്രസൻസ് എത്രത്തോളം അവൈലബിൾ ആണോ അത്രത്തോളം ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരികയാണ് ചെയ്യുക. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ചിലരുണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകൾ, ഇവരെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കുറച്ചധികം റിസ്ക് എടുക്കേണ്ടി വരും ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം എപ്പോഴും വിളിച്ച് സംസാരിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് എപ്പോഴും കാണാനും ഡയറക്റ്റ് ആയിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾ ഇനിയിപ്പോൾ പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും കാണാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ അടുത്തുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കുറേ നാൾ നിങ്ങൾ കാണാതിരിക്കുമ്പോൾ നിങ്ങളിലുള്ള ആ അടുപ്പം കുറഞ്ഞു വരികയാണ് ചെയ്യാം. പിന്നെ നമ്മൾ വീണ്ടും കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ആ ഒരു ഇഷ്ടം പുതുക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കാണാനായിട്ട് തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലി ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ് ഒരുമിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരുമിച്ച് സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രസൻസ് ആണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവും കമ്മ്യൂണിക്കേഷൻ അറിയുന്ന കാര്യം തന്നെയാണെന്നുള്ളത്. ശരിയാണ്, അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന് ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തും പറയാം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ ഒരാൾക്ക് നമ്മളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ദേഷ്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മളുടെ സംസാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവരോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത്, അവരോട് നമ്മൾ എങ്ങനെയാണോ വാക്കുകൾ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും ആ വ്യക്തിക്ക് നമ്മളോടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ആകുന്നതും നെഗറ്റീവ് ആകുന്നതും നമ്മൾ അവരോട് പെരുമാറുന്നതിനനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. സോ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം കൂടുതലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. അതല്ലാതെ അവിടെ അവൻ അങ്ങനെ ചെയ്തു ഇവൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനെന്നല്ല. പകരം നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. അന്ന് നിങ്ങൾക്ക് ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ആ ദിവസത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ടൈം കൂടുതൽ മെമ്മറബിൾ ആക്കി മാറ്റാനും നല്ലൊരു ക്വാണ്ടിറ്റി ടൈമായി മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് ഹ്യൂമർ സെൻസ്. ഹ്യൂമർ സെൻസ് ഉള്ളവരെല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് സങ്കടമായിട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തമാശകളൊക്കെ പറയുന്ന ഒരാളാണ് നമ്മളുടെ ഫ്രണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മൂഡും നല്ല രീതിയിൽ ചേഞ്ച് ആവും. നമ്മൾ ഹാപ്പി ആകുന്നുള്ളതാണ്. ഇത് തന്നെയാണ് റിലേഷൻഷിപ്പിലും സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആള് കുറച്ചൊന്ന് സങ്കടമായിട്ടിരിക്കുന്ന ഒരു അവസരത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്, നല്ല രീതിയിൽ തമാശകൾ പറയുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പോയി സംസാരിക്കുമ്പോഴും ഒക്കെ അവർക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇതിപ്പോൾ ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ആളുകളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവില്ല എന്നൊന്നല്ല പറയുന്നത്. പക്ഷേ ഹ്യൂമർ സെൻസ് ഉള്ള ആളുകൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി എൻജോയ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ ഹ്യൂമർ സെൻസ് കുറച്ചൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടും സ്ട്രെങ്തൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആർഗ്യുമെന്റ്സ് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ആർഗ്യുമെന്റ്സ് എന്തായാലും എല്ലാ റിലേഷൻഷിപ്പിലും വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളാണെങ്കിൽ പോലും എല്ലാ റിലേഷൻഷിപ്പിലും വരുന്നുള്ളതാണ്. അങ്ങനെയുള്ളത് ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ ഭാഗം തന്നെയാണ്. ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പരസ്പരം ചെറിയൊരു സൗന്ദര്യപ്പണക്കം പോലും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് ഒരിക്കലും പറയില്ല. ചെറിയ പ്രശ്നങ്ങൾ വരുന്നത് ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് അതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഭാവി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യാണ്ട് ആ പ്രശ്നം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാളാ ആ പ്രശ്നം മുന്നോട്ട് പോകുന്നോ അത്രയും ഗ്യാപ്പ് അവർക്കിടയിൽ വരും എന്നുള്ളതാണ്.
സോ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും നല്ല റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണോ അല്ലേ എന്നുള്ളതല്ല നിങ്ങളവിടെ നോക്കേണ്ടത്. പകരം നിങ്ങൾ മീൻസ് നിങ്ങളൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സോറി പറയാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യാതെ തെറ്റിന് സോറി പറയണമെന്നോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ താഴ്ന്നിരിക്കണം എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ കുറച്ചൊന്ന് താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ആർഗ്യുമെന്റ്സ് ഉണ്ടായിരിക്കാം, സ്വാഭാവികമാണ്. പക്ഷെ ആ ആർഗ്യുമെന്റ്സിനെ ഒരുപാട് നാൾ നീട്ടിക്കൊണ്ടുപോകാതെ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ 5th പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതായത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന്റെ കൂട്ടത്തിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ എന്ന വേർഡിന് പകരമായിട്ട് നമ്മൾ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ അവരെയും കൂടി ഉൾപ്പെടുത്തി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൂട്ടാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനുമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ ആ വ്യക്തിയെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രെങ്തൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അവർ ചോദിക്കുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് എത്ര എളുപ്പമുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ചെയ്തു കൊടുക്കില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പ്രണയിക്കുന്ന ആളായാലും ശരി, നമ്മുടെ പാർട്ട്ണർ ആയാലും ശരി. പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുക. വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചെയ്ത് തീർക്കുക എന്നുള്ളതിന് പകരമായിട്ട് ആത്മാർത്ഥമായിട്ട് അത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പറ്റുന്നതിന്റെ മാക്സിമം നല്ല രീതിയിൽ വേണം നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാക്ക് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ മാക്സിമം നിങ്ങളത് പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ വാക്ക് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അതിന്റെ 7 അയലത്ത് കൂടെ പോയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ മറന്നു പോയതാട്ടോ എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളുടെ വിശ്വാസം എന്നൊക്കെ പറയുന്നത് പോയി കഴിഞ്ഞാൽ പോയി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വാക്ക് കൊടുത്തിട്ട് അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നമ്മളോടുള്ള വിശ്വാസം ഉറപ്പായിട്ട് നഷ്ടമാവും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. അതായത് ഇപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രം വാക്ക് കൊടുക്കുക, അല്ലാത്ത കാര്യങ്ങൾക്ക് വാക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കൊടുത്ത വാക്ക് പാലിക്കാനും ശ്രമിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അവരെന്തെങ്കിലും ഹെൽപ്പുകൾ നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവുക. അതേപോലെ തന്നെ പറയുന്ന വാക്ക് കൃത്യമായിട്ട് പാലിക്കാനായിട്ട് കൂടി ശ്രമിക്കുക. ഇത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള വിശ്വാസം കൂട്ടാനും അതുവഴി ഇഷ്ടം കൂട്ടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് നന്നായി പോകും എന്നുള്ളത്. ഒരിക്കലും ഇല്ല. റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ നിർബന്ധമായും പാലിച്ചിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി നോക്കുക. ഇനിയിപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.